റീനീറ്റ് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ റീനീറ്റ് എന്ന സംഭവം നടക്കാൻ ഹൈലി ചാൻസ് ഉണ്ട്. സോ അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടോ? 2015 മുമ്പ് ഇത് കണക്ക് ഒരു റീനീറ്റ് സംഭവിച്ചിട്ടുണ്ട്. അന്ന് AIPMT ആയിരുന്നു, ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് ആയിരുന്നു അന്ന് നടന്നത്. അന്ന് CBSE ആണ് അത് കണ്ടക്ട് ചെയ്തത്. അന്ന് ഇത് കണക്ക് ബീഹാറിലും ഹരിയാനയിലും ഇത് 12-15 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആ എക്സാം അന്നത് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് CBSE-കാരായിരുന്നു. സോ ആ എക്സാം അതോടെ നിർത്തി. അതിന് ശേഷം അന്ന് ഇതിനൊക്കെ മെയ്യിലായിരുന്നു എക്സാം. ജൂണിൽ റിസൾട്ട് വന്നു. എഗെയിൻ ജൂൺ എൻഡ് ജൂലൈയിൽ എഗെയിൻ എക്സാം നടത്തി. പിന്നെ റിസൾട്ട് വരികയാണ് ചെയ്തത്. അന്ന് 2 എക്സാം ആയിരുന്നു, ഓൾ ഇന്ത്യയിൽ ഒന്നും കീമിൽ എന്ന് വെച്ചാൽ കേരള മെഡിക്കലിൻ്റെ ആ ഒരു രീതിയിൽ വേറൊരു എക്സാം, 2 എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നടന്നത് AIPMT ആയതുകൊണ്ട് അതിൽ കിട്ടാത്തവർക്ക് അന്ന് വലിയ പ്രശ്നമില്ലായിരുന്നു, ഇഷ്യൂ ഇല്ലായിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് കീം ഉണ്ടായിരുന്നു. അപ്പം അന്ന് ആ എക്സാം അന്ന് അത് ക്യാൻസൽ ചെയ്യുകയും പിന്നെ എക്സാം എഴുതിയതിൽ കീമിൽ കിട്ടിയവർ പിന്നെ ആ 2ാമത് എക്സാം എഴുതിയിട്ടില്ല ആ സമയത്ത്. പക്ഷേ കീമിൽ കിട്ടാതെ റാങ്ക് ചെറുതായിട്ട് കുറഞ്ഞവർ അന്ന് നല്ലതുപോലെ പഠിച്ച് AIPMT കിട്ടി അന്ന് പോയിട്ടുണ്ട്. അതിനർത്ഥം എന്ന് പറയുന്നത് ഇപ്പം നീറ്റ് UG 2024 വന്ന റാങ്ക് ഓരോരുത്തർക്ക് ഇപ്പം 710 715 മാർക്കുള്ളവരുണ്ട്. ഇനി ഒരു എക്സാം നടന്നു കഴിഞ്ഞാൽ അവർക്ക് സെയിം സ്കോർ കിട്ടുമെന്നൊരു വലിയൊരു ചോദ്യം ഇതിനിടയ്ക്ക് ബാക്കിയുണ്ട്. കാരണം 650 640 കിട്ടിയവർക്ക് ഇത്തവണ റാങ്ക് എന്ന് പറയുന്നത് ഏകദേശം 40-50,000 എറൗണ്ടാണ്. അവർ ആൾറെഡി റീ കോച്ചിങ്ങിന് വേണ്ടി ചെന്ന് കഴിഞ്ഞു, സ്റ്റാർട്ട് ചെയ്തു. സോ അവരിപ്പോൾ കഴിഞ്ഞ മെയ് കഴിഞ്ഞ് മെയ്യിലായിരുന്നു എക്സാം. ഇപ്പോൾ ജൂൺ, ഒരു മാസത്തിൽ പുറത്തായി. അത്രയും സമയം അവർ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കിട്ടുമെന്ന് ഉറപ്പുള്ളവർ ഒരു 680 എബോവ് ഉള്ളവർക്ക് ഏകദേശം കിട്ടാൻ ചാൻസ് ഉണ്ട്. 690 ഒക്കെ എബോവ് ഉള്ളവർക്ക് എന്തായാലും കിട്ടും. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പഠിത്തം വിട്ടിട്ട് ഇപ്പം അതിൻ്റെ ജോയിനിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് അലോട്ട്മെൻറ്റും കാര്യങ്ങളെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ ആ സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ടച്ച് അങ്ങ് പോവും. പിന്നെ ഈ പരീക്ഷ എഴുതുന്ന ഈ കുട്ടികൾക്ക് സെയിം റാങ്ക് കിട്ടുന്ന ഉറപ്പുണ്ടോ? 100% പറയുകയാണ്, വലിയ ഒരു ചേഞ്ച് ഉണ്ടാവും. ഇപ്പം റിപ്പീറ്റിന് പോയി ഇരിക്കുന്ന കുട്ടികൾക്ക് ഇത് വലിയ അഡ്വാൻറ്റേജ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇനി ഒരു മാസം കൂടെ അവർക്ക് കിട്ടും മിനിമം എക്സാമിന് വേണ്ടി. റീനീറ്റ് നടന്നു കഴിഞ്ഞാൽ റീനീറ്റ് നടക്കാനുള്ള ചാൻസ് ഏകദേശം 100% തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു കറപ്റ്റഡ് ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു നടന്നത്. എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. ഈവൻ നമ്മുടെ മെഡിക്കൽ മിനിസ്റ്റർ വരെ, ഹെൽത്ത് മിനിസ്റ്റർ വരെ ഇതിനെ സമ്മതിച്ചു കഴിഞ്ഞു. എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ എല്ലാവരും ഇതിനെ അംഗീകരിച്ചു കഴിഞ്ഞു. ബീഹാറിൽ ഇന്നലെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സുപ്രീം കോർട്ടിന്റെ ഇന്നലത്തെ വിധി തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, NDA ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. അമ്മാതിരി രീതിയിലാണ് അവരതിനെ പറഞ്ഞിട്ടുള്ളത്, വിമർശിച്ചിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് വലിയൊരു കറപ്ഷനാണ് കാണിച്ചത്. 24 ലക്ഷം സ്റ്റുഡൻസിന്റെ ഒരു ജീവിതം വെച്ചൊരു കളിയായിരുന്നു അവർ അത് ചെയ്തത്. സോ ഇനി എന്ത് സംഭവിക്കുമെന്ന് പറയുന്നത് വലിയൊരു ചോദ്യത്തിന്റെ ഫ്രണ്ടിൽ നമുക്ക് നിൽക്കുമ്പോൾ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. കുട്ടികൾ ഇപ്പം കിട്ടാൻ ചാൻസ് ഉള്ള കുട്ടികൾ നിങ്ങൾ കോൺഫിഡൻസോട് കൂടി പിന്നെ ട്രൈ ചെയ്യുക. അതാണ് ഏറ്റവും നല്ല വഴി. ഇപ്പം റീനീറ്റ് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നീറ്റ് വന്നു കഴിഞ്ഞാൽ നല്ലോണം പെർഫോമൻസ് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ഇഷ്യൂ ആവും. കഴിഞ്ഞ തവണ കിട്ടിയ മാർക്ക് ഇത്തവണ കിട്ടാതെ അവസാനം വിഷമിക്കുന്ന ഒരു അവസ്ഥ വരേണ്ടി വരും. അതുകൊണ്ട് റീനീറ്റിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആരും ഉളപ്പി നടക്കരുത്. റീനീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതൊരു ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അതുകൊണ്ട് എത്ര പേര് കയറി വരുമെന്നുള്ള കാര്യം നമുക്ക് പിന്നീടേ അറിയാൻ പറ്റത്തുള്ളൂ. അതുമല്ല, ഇപ്പം ഈ കോപ്പി അടിച്ച് മാർക്ക് കിട്ടിയവരൊന്നും ഇനി അടുത്ത എക്സാമിന് അത്ര റാങ്ക് കിട്ടാനും ചാൻസ് ഇല്ല. അപ്പം ഇത്രയും വലിയൊരു മാർക്കിൻ്റെയും റാങ്കിൻ്റെ എക്സ്ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ 650 മാർക്ക് കിട്ടിയവർക്ക് ഒരു 10,000 വരാൻ ചാൻസ് ഉണ്ട് അടുത്ത എക്സാമിന്. സോ എല്ലാവർക്കും വലിയ ചാൻസ് ആണ് ഇനി. കാരണം ഇത്തവണത്തെ മാർക്കും അതിൻ്റെ റാങ്കും അനുസരിച്ച് നമുക്ക് ആർക്കും ഒന്നും കിട്ടാത്തൊരവസ്ഥയായിരുന്നു ശരിക്കും പഠിച്ചവർക്ക്. അല്ലാത്തവർക്ക് എനിക്കറിയത്തില്ല, അത് നമ്മൾ ന്യൂസിലൊക്കെ സ്ഥിരം കേൾക്കുന്നതല്ലേ. അതുകൊണ്ട് അത് വിടാം. സോ ജനറൽ കാറ്റഗറി ശരിക്കും നല്ല റാങ്ക് പ്രതീക്ഷിച്ചവർക്ക് റീനീറ്റ് എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു അനുഗ്രഹമായിരിക്കും. അവർ ഒന്നും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇവർ 650 കിട്ടിയാൽ തന്നെ നിങ്ങൾക്കൊരു ഗവൺമെൻറ് തന്നെ ഒരു സീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഹൈ ചാൻസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ഒരു പാറ്റേണും കുട്ടികളുടെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് ഒക്കെ ഉണ്ട് ഇതിന്റെ പിന്നിൽ. ഈ കുറച്ച് തുച്ഛമായ ഒരു 10-20 സ്റ്റുഡൻസ് ഉള്ളിൽ ഈ അനധികൃതമായിട്ടുള്ള ഈ മാർക്ക് നേടി വന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഹൈലി കോമ്പറ്റേറ്റീവ് മൈൻഡ് കൊണ്ട് പഠിച്ച് കയറി വന്നവരാണ്. സോ ആ ഒരു ഇഷ്യൂ കൂടെ അതിന്റെ ഫ്രണ്ടിൽ ഉണ്ട്. എന്തായാലും എല്ലാവരും പഠിക്കുക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ടിപ്പ് ഈ സമയത്ത് പറയാൻ പറ്റുന്നത്.